السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب الوقت أخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മുടെ പടിവാതിലിക്കൽ എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സുന്നത്തി ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായ കുരുവട്ടൂരികൾ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത നിരവധി വിദണ്ഡവാദങ്ങൾ പറഞ്ഞപ്പോൾ അവരെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഗണ്ണിച്ചു. ആ ഗണ്ണനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മൗലവിമാർ പല അടവുകളും എടുക്കേണ്ടി വന്നു എന്നത് നമ്മുടെ ഈ ആദർശ ചർച്ചകൾ ശ്രദ്ധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നതാണ്. തദ്ബീറുൽ ആലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവിടെ ഇമാമുകൾ മുഴുവനും പറഞ്ഞു വെച്ച വിഷയം അത് വളരെ കൃത്യമായിട്ട് നമ്മൾ വിവരിക്കുകയും അതിനെതിരെ പ്രമാണവിരുദ്ധമായ ആശയം കൊണ്ടുവന്ന മൗലവിമാർ അവരെ ആ പ്രാമാണികമായി നമ്മൾ ഗണ്ണിക്കുകയും ചെയ്തപ്പോൾ മിണ്ടാൻ കഴിയാതെ പോവുകയാണ്. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമി എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്ത എല്ലാറ്റിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി ഒരാൾക്കും നൽകിയിട്ടില്ല. അതേസമയത്ത് മഹാന്മാർക്ക് നൽകിയ തദ്ബീർ അതിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. അല്ലാഹുവെങ്കിൽ അവനുദ്ദേശിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം അതിലുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചു. ആ ഇബാറത്ത് വായിച്ചിട്ട് ഇതുവരെ കുരുവട്ടൂരിയൻ മൗലവിമാർക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ തൻ്റെ ഏത് കിതാബിലാണത് പറഞ്ഞത് എന്ന്. ആ കിതാബിൻ്റെ പേര് ഞാൻ പറയാത്തത് കൊണ്ട് നൗഷാദ് മൗലവിക്ക് ആ കിതാബ് പോലും കണ്ടിട്ടില്ല. അല്ലേ? ഈ 13 കൊല്ലം ഈ മൗലവിമാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഉലമാഇനെ ചീത്ത പറയാൻ പറഞ്ഞിരുന്നൊരു കാര്യം, അത് നേർക്കുനേർ ഈ മൗലവിമാർ പറഞ്ഞ വിഷയം ശരിയല്ല എന്ന് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഞാൻ ആ കിതാബിൻ്റെ പേര് പറയാത്തത് കൊണ്ട് കിതാബ് പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കക്ഷികൾ ഇപ്പോൾ വന്നിട്ട് പറയാണ് നമ്മൾ പ്രസംഗമൊക്കെ നിർത്തി. എന്തുകൊണ്ട്? പ്രാമാണികമായി അവർ നമ്മെ പരാജയപ്പെടുത്തി പോലും. നൗഷാദ് ഒന്ന് പറയട്ടെ. കുളത്തുകാരൻ ഒരു മുസ്ലിയാരുണ്ടായിരുന്നു. ദുർവ്യാഖ്യാനത്തിൽ നോബൽ സമ്മാനം വരെ വാങ്ങാൻ അർഹനായ ആൾ. അത്രയും വലിയ ദുർവ്യാഖ്യാന വീരൻ. എപ്പിസോഡുകളായി അദ്ദേഹം വന്നു. പക്ഷേ ഞങ്ങൾ കിതാബെടുത്ത് അതിശക്തമായ ഭാഷയിൽ പ്രതിരോധം തീർത്തപ്പോൾ അയാൾക്ക് അയാളുടെ ആ പ്രസംഗം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. സമാധാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസാരം നിർത്തി എന്നാണ് നൗഷാദ് മനസ്സിലാക്കിയത്. നൗഷാദ് മൗലവി നമ്മൾ നിർത്തിയിട്ടില്ല. പ്രാമാണികമായ ഗണ്ണനങ്ങൾ തുടരും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ താങ്കളെപ്പോലെ ചട്ടിയും കലവും എടുത്തിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ തെരുവാന്തരം നടക്കുക, എന്നിട്ട് കുറേ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക, അതിന് ഗണ്ണനം കിട്ടുന്ന സമയത്ത് അടുത്ത വിഷയത്തിലേക്ക് ചാടുക, അങ്ങനെ പറഞ്ഞു തന്നെ പറയാ എന്നത് താങ്കൾക്ക് ഒരു തൊഴിലുമില്ലാത്തത് കൊണ്ട് അതങ്ങനെ നടക്കട്ടെ. അതേ സമയത്ത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രമാണം വെച്ചുകൊണ്ട് ഗണ്ണിച്ചിട്ടുണ്ട്. അല്ലേ? സ്വപ്ന വിഷയത്തിൽ അൾജീരിയയിൽ നിന്ന് കിതാബ് വന്നോ? താങ്കൾ പറഞ്ഞ മഹാകളവ് അവിടെ വെച്ചല്ലേ നമ്മൾ പിടികൂടിയത്. ആ അൾജീരിയയിൽ നിന്ന് ഇതുവരെ കിതാബ് എത്തിയിട്ടില്ല. അൾജീരിയയിലേക്ക് ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്വപ്ന വിഷയത്തിൽ. തദ്ബീറുൽ ആലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ കിതാബ് ഏതാണെന്ന് പോലും പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്ത് പ്രതിരോധമാണോ നിങ്ങൾ തീർത്തിട്ടത്? എന്ത് പ്രതിരോധമാണ് തീർത്തത്? അതുകൊണ്ട് പ്രാമാണികമായി
ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗം അവസാനിപ്പിച്ചു എന്ന് ധരിക്കുകയാണ് വിഡ്ഢിയായ മൗലവി. അങ്ങനെ അവസാനിപ്പിക്കുന്നവരല്ല അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വക്താക്കൾ. ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ച അജൽ എത്രയാണോ അതുവരെ അള്ളാഹുവേ നിന്റെ ദീനിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിർത്തിക്കളയും എന്ന് നൗഷാദെ നീ കരുതേണ്ടതില്ല. അങ്ങനെ സ്വപ്നം കാണാണല്ലേ, നിർത്തിപ്പോയി പോൽ. നിങ്ങളെ അൾജീരിയയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് നസീഹത്തുൽ ലബീബിന്റെ മഖ്തൂത്ത് കാണിക്കാൻ. ഇന്ന് വരെ കിട്ടിയിട്ടില്ല, കിട്ടുകയുമില്ല. അങ്ങനെ മഹാന്മാരുടെ കിതാബിൻ്റെ പേരിൽ പറഞ്ഞാൽ അത് ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. നിങ്ങൾ പൂർണ്ണ പരാജിതരായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഒരു വിഷയത്തെയും ഗണ്ണിക്കാനോ ഞങ്ങൾ പറഞ്ഞ ഒരു ഇബാറത്ത് കാണിക്കാനോ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പിശാചിന് കളവ് പറയാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ വാദം. അത് ഏത് ഇമാമ് പറഞ്ഞു എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു ഇമാമിൻ്റെയും ഉദ്ധരണി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കിതാബുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പൂർണ്ണമായും നിലംപരിശായ മൗലവി, ഈ മൗലവിമാര് ഇങ്ങനെ പ്രമാണവിരുദ്ധമായ കാര്യങ്ങൾ എവിടെ നിന്നാണ് പറയുന്നത്? മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ അവരാരും പറയാത്തത്, ഒരു ഇമാമും പറയാത്തത്, എങ്ങനെയാണ് ഈ മൗലവിമാര് പുത്തൻവാദികളായി എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അതിന് ഈ കുരുവട്ടൂരികൾക്ക് നിർദ്ദേശം കിട്ടുന്ന ഉന്നത ഹലറത്ത് എന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന ഹലറത്ത് ആരാണ്? ഒന്ന് ബീരാണ്ടിയാണ്. ആ ബീരാണ്ടി വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ബീരാണ്ടി ചങ്കിൽ കുടുങ്ങിയതാണ് ഇപ്പോൾ ശരിക്ക് വാസ്തവം. അതാണ്, ബീരാണ്ടി വന്നു. ഈ ബീരാണ്ടി ആരാണ് എന്നത് ആ ബീരാണ്ടിയെ അനുഭവിച്ച, അവൻ്റെ തോന്നിവാസം കണ്ട് അവനെ പുറത്താക്കിയ നാട്ടുകാർ, അവൻ്റെ വിഷയം ശംസുൽ ഉലമയുടെ സമീപത്തേക്ക് പോയി പറഞ്ഞ ആ നാട്ടിലെ ഖാദിയും ആ നാട്ടിലെ പ്രദേശവാസികളും, അവരെ എല്ലാവരെയും ഇരുത്തിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് അത് തെളിവ് സഹിതം പുറത്തുവിട്ടു. ആദ്യം ഈ മൗലവി പറഞ്ഞു, ബീരാണ്ടിൻ്റെ സമീപത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്, അത് ഞങ്ങളെ ശൈഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് പോയത് എന്ന് പറഞ്ഞു. പിന്നെ ബീരാണ്ടിയുടെ കഥകൾ ഇങ്ങനെ വന്നു. നിസ്കാരം വുജൂബില്ല എന്ന് വാദിക്കുന്നു, നിസ്കാരത്തിൻ്റെ വുജൂബ് നിഷേധിച്ചവൻ കാഫിറാണെന്ന് നമ്മുടെ എല്ലാ ഫിഖഹിൻ്റെ കിതാബിലും പറഞ്ഞു. ബീരാണ്ടിൻ്റെ സമീപത്തേക്ക് പോകുന്നവർക്കും നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ജുമാ നിസ്കാരമില്ല, വിശുദ്ധ ഖുർആന്റെ മുകളിൽ ചവിട്ടിക്കയറി നിൽക്കുക, ഇങ്ങനെയുള്ള എല്ലാ തോന്നിവാസവും ചെയ്യുന്ന ബീരാണ്ടി, ആ ബീരാണ്ടിയെ സംബന്ധിച്ച് ശംസുൽ ഉലമയുടെ സമീപത്തേക്ക് ചോദിക്കാൻ പോയപ്പോൾ മടലെടുത്ത് അടിച്ച് ഓടിക്കണം എന്നാണ് പറഞ്ഞത്. ആ ബീരാണ്ടിയുടെ കഥകൾ നമ്മൾ കൃത്യമായി തെളിവ് സഹിതം പുറത്തുവിട്ടു. അപ്പൊ പിന്നെ മൗലവിമാര് ബീരാണ്ടിയെക്കുറിച്ച് മിണ്ടുന്നില്ല. ബീരാണ്ടി ഞങ്ങളുടെ ആളാണെന്ന് പറയാൻ അവർക്ക് നാണക്കേട്, എന്നാലോ തള്ളിക്കളയാനോ അതും കഴിയുന്നില്ല. ആ ബീരാണ്ടി തൊണ്ടയിലവിടെ കുടുങ്ങി, ഇറക്കാനും കഴിയുന്നില്ല, തുപ്പിക്കളയാനും കഴിയുന്നില്ല. ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കുറേ കാലം. ബീരാണ്ടിയെക്കുറിച്ചുള്ള നമ്മുടെ കൃത്യമായ നമ്മുടെ പ്രഭാഷണങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല നൗഷാദ്, അല്ലേ? എന്തേ മിണ്ടാതിരുന്നത്? അത് സൈലൻ്റ് ആവുകയാണ്. ആ ബീരാണ്ടിയെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് നമുക്ക് നമ്മുടെ പരിശുദ്ധമായ മന്തിഖിൻ്റെ കിതാബൊക്കെ പമ്പേസാക്കണം എന്ന് പറയുന്ന പമ്പേസ് മൗലവി, ആ പമ്പേസ് മൗലവിയുടെ ക്ഷുദ്രകൃതി അല്ലാഹു തആല നമ്മുടെ കയ്യിലെത്തിക്കുന്നത്. അതിൽ ഞാൻ വായിക്കാം. ഞാനത് കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ കാണിച്ചിരുന്നു. ഷെയ്ഖ് CM മീറാൻ ആരാണത്? അതാണ് ബീരാണ്ടി. ആ ബീരാണ്ടിയെക്കുറിച്ച് പറഞ്ഞു, ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽപ്പെട്ടവരാണിവർ. അതെ, മഹാന്മാരിൽപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് മഹാന്മാരുടെ അവസ്ഥകളെക്കുറിച്ചും അവരുടെ വാക്കുകളുടെ സാങ്കേതികത്വത്തെക്കുറിച്ചും ശരിയായ ജ്ഞാനം ലഭിക്കാത്തവർക്ക് ഇവരെപ്പോലുള്ളവരെ ആസ്വദിക്കാൻ കഴിയില്ല. ആരെ? ബീരാണ്ടിയെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പമ്പേസ് മൗലവിക്ക്. കുരുവട്ടൂരികൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ആസ്വദിച്ചത്? നിസ്കരിക്കണ്ട, അതേനെ ആസ്വദിച്ചത്. നിസ്കരിക്കണ്ട, ഇനിയിപ്പോൾ റമദാനല്ലേ വരുന്നത്, നോമ്പ് എടുക്കണ്ട, നോമ്പിൻ്റെ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നോമ്പെടുക്കണ്ട, കാരണം ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കണ്ട, ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട്.
എന്ത് തോന്നിവാസവും ചെയ്തോളൂ, കാരണം ബീരാണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ബീരാണ്ടി പറഞ്ഞതിൻ്റെ രഹസ്യം എന്താണെന്ന് ഇവർക്കേ മനസ്സിലാവുള്ളൂ. ശരീഅത്ത് വിട്ടുകൊണ്ടുള്ള ഒരു രഹസ്യവും മുസ്ലിമീങ്ങൾക്കില്ല മൗലവിമാരെ, മനസ്സിലായല്ലോ. അങ്ങനെ ബീരാണ്ടിയുടെ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ട് ആര്? ഇയാൾ. മേൽമുറിയുമായി അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. 3 തവണ ബഹുമാന്യർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരുടെ വീട്ടിൽ? പമ്പേസ് മൗലവിയുടെ വീട്ടിൽ. അല്ലേ സമതേ? അല്ലേ? ആ തോന്നിവാസിയായ ബീരാണ്ടി, നിസ്കാരത്തിന്റെ വുജൂബ് നിഷേധിച്ച ബീരാണ്ടി, വിശുദ്ധ ഖുർആന്റെ മുകളിൽ ചവിട്ടി നിന്ന ദുഷ്ടൻ, അവൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവൻ നിസ്കരിക്കാറില്ല, അവൻ്റെ വീട്ടിൽ അവൻ ജുമുഅക്ക് പോകാറില്ല. ഇതൊക്കെ രഹസ്യമായതല്ലേ? ആ ജുമുഅക്ക് പോകാതെ അവൻ്റെ വീട്ടിൽ പോയതിൻ്റെ പേരിൽ നിന്നെയും നിന്റെ കൂട്ടുകാരെയും പിടിച്ച് ചോദ്യം ചെയ്ത നാട്ടുകാർ വളരെ കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബീരാണ്ടിയെക്കുറിച്ചുള്ള കഥകൾ ഇത് ഇവരുടെ ഷെയ്ഖാണ് എന്നും ഇദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് നിങ്ങളൊന്നും എഴുതി വച്ചവരല്ലേ കുരുവട്ടൂരികളെ നിങ്ങൾ. അത് കൃത്യമായി നമ്മൾ പുറത്തു വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മൗലവിമാർക്ക് ഒരു നിർവാഹമില്ല. കിതാബിയായ ചർച്ചയിൽ പൂർണ്ണപരാജയം. അതിൻ്റെ പുറമെ ബീരാണ്ടി കൂടി വന്നപ്പോൾ ഈ എന്ത് പറയും? ബുദ്ധിയുള്ള കുറച്ചെങ്കിലും കാര്യബോധമുള്ള ആളുകളൊക്കെ ചിന്തിച്ചു, ഈ ബീരാണ്ടിയാണോ ഇവരുടെ ഷെയ്ഖ് എന്ന് ചിന്തിച്ചു. സുബ്ഹാനല്ലാഹ്, അപ്പോൾ ഒരു നിർവാഹമില്ല. ഇനി എന്ത് ചെയ്യണം? ഈ ബീരാണ്ടിയിൽ നിന്ന് ചർച്ച എങ്ങനെങ്കിലും വഴിമാറ്റണം. അതിന് പല്ലി വാല് മുറിച്ചിട്ട് രക്ഷപ്പെടുന്നത് പോലെ പഴയ കുറച്ച് ഫോട്ടോസ്, കുറച്ച് വീഡിയോ ഉണ്ട് എന്നുള്ള ഒരു ഭീഷണിയിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആ ഫോട്ടോയും ആ വീഡിയോയും ചർച്ചയാക്കി ബീരാണ്ടിയെ മറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതാണ് ഇപ്പം ഈ ഫോട്ടോ പുറത്തു വരാനുള്ള കാരണം. നിങ്ങൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഈ നൗഷാദ് മൗലവി അവൻ പറയുന്നുണ്ട്, ഈ ഫോട്ടോ ഇപ്പോൾ പുറത്തുവിടാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. അതിലൊരു കാരണം പറയുന്നത് എൻ്റെ പേരാണ്. ആ സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എൻ്റെ 85 ഖണ്ഡനങ്ങൾ കഴിഞ്ഞു. ആ 85 ഖണ്ഡനത്തിൽ 2 ഖണ്ഡനത്തിലാണ് ഞാൻ ചെറിയ രൂപത്തിലൊന്ന് പരാമർശിച്ചത്. എൻ്റെ 60-61 ഖണ്ഡനത്തിൽ അതിൽ ഞാൻ പറയുന്നത് എൻ്റെ വകയായ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ സമീപത്തേക്ക് ഈ ബീരാണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തുകയാണ്. ഇദ്ദേഹം നിസ്കരിക്കാതെ ഒരു വീട്ടിൽ നിൽക്കുന്നത് വിവരം ആ വീട്ടിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട EK ഉസ്താദ് അറിയുന്നു. നിസ്കരിക്കാത്തവനെ അടിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞ് EK ഉസ്താദ് ആട്ടി ഓടിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാ? EK ഉസ്താദിൻ്റെ കൂടെ നടന്നിരുന്ന കുട്ടിയസൻ ദാരിമിയാണ്. അദ്ദേഹം പറഞ്ഞ ക്ലിപ്പിട്ട് കൊണ്ട് ഞാനത് ഉദ്ധരിക്കുകയാണ് ചെയ്തത്. 60-ൽ ഞാനത് 60-ാമത്തെ ഖണ്ഡനത്തിൽ ആ വിഷയം ഞാൻ പറയുമ്പോൾ ഈ മീനങ്ങാടി സുലൈമാൻ ആരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ആരായിരുന്നു എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനത് പറയുന്നത് ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കള്ളത്തൊരീഖത്തുകാരെ EK അബൂബക്കർ മുസ്ലിയാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ പിന്നെയാണ് കുറച്ചാളുകൾ എന്നോട് പറയുന്നത്, അതാണ് ഇവർ പറയുന്ന ഈ കുരുവട്ടൂരിയൻ കോമാട്ടുചാലൻ അബ്ദുല്ലാൻ്റെയൊക്കെ ഷെയ്ഖായി ഇവർ പരിചയപ്പെടുത്തുന്ന ആളാണ് എന്ന് പിന്നീടാണ് എന്നോട് ആരൊക്കെയോ വിളിച്ച് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ആ വിഷയം ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് 61-ാമത്തെ ഖണ്ഡനത്തിൽ ഞാൻ ചോദിക്കുന്നത്, എന്തേ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ EK ഉസ്താദിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾ ബഹുമാനപ്പെട്ടവർ ആട്ടിയോടിച്ച ഒരു വ്യക്തിയെ ഷെയ്ഖായി നിങ്ങളെങ്ങനെ അംഗീകരിക്കും എന്ന പ്രസക്തമായ ചോദ്യമാണ് ഞാനവിടെ ചോദിച്ചത്. അതാണ് ഈ ഫോട്ടോ പുറത്തുവിടാനുള്ള കാരണം എന്നാണ് പറയുന്നത്. ആ പ്രസംഗം കഴിഞ്ഞിട്ട് മാസങ്ങളായില്ലേ മൗലവിമാരെ? എന്തേ അന്നത് പുറത്തുവിടാതിരുന്നത്? പിന്നെ കാരണമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇവരുടെ കാപ്പട്യം തുറന്നു കാണിച്ച് ഇഹ്യാഉസ്സുന്ന ഒതുക്കങ്ങളിൽ വെച്ച് പ്രഭാഷണം നടത്തി. അതാണ് കാരണം എന്നാണ് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് മാസങ്ങളായി, എന്തേ അന്ന് പുറത്തു വരാതിരുന്നത്? അപ്പോൾ ചിന്തിക്കണം, എന്താണ് ഈ കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അന്നൊന്നും പുറത്തു വരാത്ത ഈ ഫോട്ടോ എന്തേ ഈ സമയത്ത് വന്നത് ബീരാണ്ടി ഇടപെട്ടതാണ്. ബീരാണ്ടി ചങ്കിൽ കുടുങ്ങി. അവർക്ക് ഇറക്കാനും കഴിയുന്നില്ല, തുപ്പാനും കഴിയുന്നില്ല. ഈ ബീരാണ്ടിമാരാണ് നിങ്ങൾ പറയുന്ന മശായിഖന്മാർ. മുസ്ലിമീങ്ങളുടേതല്ല, മുസ്ലിമീങ്ങളുടേത് ഔലിയാക്കളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ.
ആ ഔലിയാക്കളാണ് മുസ്ലിമീങ്ങളുടെ മശായിഖന്മാർ. എന്നാൽ നിങ്ങളുടേത് ഇതുപോലുള്ള ബീരാണ്ടിമാരാണ്. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എന്തായിരുന്നു ഇവർ? എത്ര വർഷങ്ങളായി? ഞാനിപ്പോൾ ഈ കുരുവട്ടൂരികളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അന്ന് മുതലേ കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്, ഞങ്ങളുടെ കയ്യിൽ ഇന്നതുണ്ട്, ഒരു വലിയ ആറ്റം ബോംബുണ്ട്, അത് കാണിച്ചു തരണമെങ്കിൽ നിങ്ങളുടെ മുഷാവറ ഔദ്യോഗികമായി വരട്ടെ, മുഷാവറയുടെ ഔദ്യോഗിക ലെറ്റർ ബേഡുമായി വരട്ടെ, ഔദ്യോഗികമായ വക്താക്കൾ വരട്ടെ, ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. അപ്പോഴൊക്കെ ഞങ്ങൾ പറയും, നിങ്ങളിതാ ഈ തെരുവ് തെണ്ടുന്നവരല്ലേ നിങ്ങൾ, ചട്ടിയും കലവുമായി നടക്കുന്ന കൂട്ടത്തിൽ അവിടെ നിട്ടോളൂ എന്ന് പറയുമ്പോൾ അതങ്ങനെ ഇടൂല, നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഔദ്യോഗികമായ ലെറ്റർ ബേഡ് ഔദ്യോഗിക തലത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ കക്ഷികളാണ് ഇപ്പം ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പം അവിടെ ആരാ ഇടപെട്ടത് ബീരാണ്ടിയാണ്. ബീരാണ്ടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കുരുവട്ടൂരികളെ നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ജാഹിലീങ്ങൾ കിതാബുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇവർക്ക് യാതൊരു റോളുമില്ല, പൂർണ്ണമായും പരാജയപ്പെട്ടു പോയി. അപ്പോഴാണ് ബീരാണ്ടിയും കൂടെ വരുന്നത്. ഇങ്ങനെ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്ന മൗലവിമാര് ഒരു ഫോട്ടോ കാണിച്ച്, ഒരു വീഡിയോ കാണിച്ച് ഈ പ്രസ്ഥാനത്തെ തകർത്തെറിയാമെന്ന് ധരിച്ചിരിക്കുകയാണ്. നൗഷാദ് പറയുന്നുണ്ട്, ആ ഫോട്ടോ വീഡിയോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസ്ഥാനം 5 മിനിറ്റ് കൊണ്ട് തകരും. ഇവനക്ക് ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് അത് ദുനിയാവിൽ 5 മിനിറ്റ് അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ ഒരു ജാഹിലായതുകൊണ്ട് ഇവനെങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന കുറച്ച് ആളുകൾ അപ്പുറത്തുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവനെങ്ങനെ കുരങ്ങ് കളിപ്പിക്കും. ഈ കുരങ്ങിൻ്റെ അരയിൽ കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് ചാടട്ടെ കുരങ്ങ്, ഇങ്ങോട്ട് ചാടട്ടെ കുരങ്ങ് എന്നൊക്കെ പറയുമ്പോൾ കുരങ്ങ് അങ്ങോട്ട് ചാടുകയാണ്. അങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ആളുകളെ കണ്ടില്ലേ? അതുപോലെ നൗഷാദ് എത്ര തവണയായി 5 മിനിറ്റിൻ്റെ കഥ പറഞ്ഞിട്ട്, എത്ര സ്ഥലത്ത് നിന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ല 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇപ്പം ശരിയാക്കി തരാം, 5 മിനിറ്റ് കൊണ്ട് ഇപ്പം ശരിയാക്കി തരാം, അടിവേര് മാന്തും, അതുപോലെ തകർത്തെറിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി ചങ്ങായി പറയുന്നത്? അനക്ക് കുറച്ചൊന്ന് ചിന്തിച്ചുകൂടെ? നിനക്ക് ആരാണിത് പറഞ്ഞു തരുന്നത്? അവരോട് ചോദിച്ചുകൂടെ? നമ്മൾ പണ്ട് 5 മിനിറ്റ് പറഞ്ഞിരുന്നല്ലോ, അതെവിടെയായി? അതിനുശേഷം അങ്ങനെ ഒരുപാട് തവണ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ രോമത്തിന് തൊടാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലേ? ഈ ഫോട്ടോ പുറത്തു വിട്ടാൽ 5 മിനിറ്റ് കൊണ്ട് പ്രസ്ഥാനം തകരുമെന്ന് പറഞ്ഞു. ഈ ജാഹിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചു. കാരണം ഇവനക്ക് ദുനിയാവും അറിയില്ല, ആഖിറും അറിയില്ല. ദുനിയാവും അറിയില്ല, ആഖിറും അറിയില്ല. അങ്ങനെയുള്ള ഒരു പടുജാഹിലാണ് മൗലവി. ആ മൗലവി അവർ പറയുന്നത് അതുപോലെ വിശ്വസിച്ച് സാധു പറയാണ്. അതുകൊണ്ട് മൗലവിമാരോട് ഞങ്ങൾ പറയട്ടെ, കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം, ഇനിയും വീണ്ടും തുള്ളിയാൽ ചട്ടിയോളം. ചട്ടിയോളെ നിങ്ങൾക്ക് മാക്സിമം ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്നും ഞങ്ങൾക്കറിയാം. അത് വ്യക്തമായി അറിയുന്നവരാണ് ഞങ്ങൾ. അതിലപ്പുറത്തേക്കൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സംഗതി എന്താണ് എന്നതിൻ്റെ ഒരു സാമ്പിൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇവിടെ സ്റ്റോക്കാണ്. ഇനി പറയട്ടെ മൗലവിമാരെ, അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ എന്താ ഉണ്ടാകാൻ പോകുന്നത്? എന്താ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കി, ഇത് എന്തോ ഒരു വലിയ രഹസ്യമാണെന്ന് മനസ്സിലാക്കിയല്ലേ? ഇത് എന്തോ ഒരു വലിയ രഹസ്യമാണ്. അതെങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മഹാപ്രസ്ഥാനം ഒന്നിച്ച് നശിച്ചു പോകും എന്ന് ധരിക്കാൻ മാത്രം വിവരമില്ലാത്തവരായി പോയല്ലോ മൗലവിമാരെ നിങ്ങൾ എന്നതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. നൗഷാദിനെങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്ന ടീം, അവരോട് നമുക്ക് പറയാനുള്ളത്, ഈ നൗഷാദ് മൗലവി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ജാഹിലാണ്. അങ്ങനെയുള്ള മൗലവി ദീനും അറിയില്ല, ദുനിയാവും അറിയില്ല. അങ്ങനെയുള്ള ഒരു ജാഹിലാണെന്ന് കരുതി അദ്ദേഹത്തെ വെച്ച് ഇങ്ങനെ ഒരു കുരങ്ങ് കളിപ്പിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കാൻ മാത്രം ആ മനുഷ്യൻ്റെ വിവരക്കേടിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. നമുക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം അതാണ്. അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾ ഈ രൂപത്തിൽ കുരങ്ങ് കളിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ മീനങ്ങാടി സുലൈമാന്റെ സമീപത്തേക്ക് പോയിട്ടുണ്ട്. അത് ഇവിടെ ആരും നിഷേധിച്ചിട്ടില്ല. ഈ സംഗതിയുടെ പ്രസക്തി എപ്പോഴാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ ഫോട്ടോയുടെ പ്രസക്തി എപ്പോഴാണെന്ന് ചോദിച്ചാൽ
നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഈ മീനങ്ങാടി സുലൈമാന്റെ സമീപത്തേക്ക് നമ്മുടെ നേതാക്കൾ ആരും പോയിട്ടില്ല, അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ പോയിട്ടില്ല എന്ന് നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഒക്കെ ഇതാ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതിൽ ഒരു സാങ്കത്യമുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മളത് നിഷേധിക്കാത്ത പക്ഷം ഇത് കൊണ്ടുവരുന്നതിൽ എന്തർത്ഥമുള്ളത്? എന്തർത്ഥമാണുള്ളത്? നമ്മളൊരിക്കലും അത് നിഷേധിച്ചിട്ടില്ല. മീനങ്ങാടി സുലൈമാന്റെ സമീപത്തേക്ക് ശൈഖുന ഉസ്താദ് അവറുകൾ പോയിരുന്നു. പക്ഷേ അത് പോയത് ഒരിക്കലും അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല പോയത് എന്ന് നൗഷാദ് എന്നെ പറയുന്നുണ്ട്. അതതിൻ്റെ രസം. ഇതെന്തിനാ ഇവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്ത ശേഷം ഉസ്താദ് അവറുകൾ പോയി. അപ്പോൾ ഉസ്താദ് അംഗീകരിച്ചു. ഉസ്താദ് ഉള്ളിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അംഗീകരിച്ചു കൊണ്ടുപോയി എന്ന് പറയാനാണ് നൗഷാദ് ഇത് പറയുന്നത്. പക്ഷേ അതേ പ്രസംഗത്തിൽ അവരെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിച്ചു. ഉസ്താദ് അവറുകൾ അത് അംഗീകരിച്ചിട്ടില്ല. അയാൾ പറയുന്ന ഒരു കാര്യവും ഉസ്താദ് അവറുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞതൊക്കെ അങ്ങനെ നെവർമെന്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത് എന്ന് നൗഷാദ് തന്നെ പറയുന്നുണ്ട്. ആ വിശുദ്ധമായ ഹദറത്തിൽ ചെന്നിരുന്ന നിങ്ങൾക്ക് അവരുടെ കൽപ്പനകളിൽ ഒന്നുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല. സമ്പൂർണ്ണ പരാജയമാണ് നിങ്ങൾക്കുണ്ടായത്. മുഴുവൻ അവഗണിച്ചു. പൂർണ്ണമായും നിങ്ങൾ അവഗണിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോ ഉസ്താദ് അവർകൾ പൂർണ്ണമായി അവഗണിച്ചു. കറക്റ്റാണ്. ഉസ്താദ് അവർകൾ പൂർണ്ണമായും അവഗണിച്ചിട്ടുണ്ട്. അതൊന്നും ഉസ്താദ് പരിഗണിച്ചിട്ട് പോലുമില്ല. ഇത് നൗഷാദെ നീ തന്നെ പറഞ്ഞതല്ലേ? അപ്പൊ ഉസ്താദ് അവർകൾ അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല പോകുന്നത്, അല്ലേ? അംഗീകരിച്ചുകൊണ്ടായിരുന്നില്ല പോകുന്നത്. അദ്ദേഹം പറഞ്ഞത് മഹാനായ സീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് ഉസ്താദ് അവകളോട് പറഞ്ഞ നിർദ്ദേശം അക്ഷരം പ്രതി അവിടുത്തെ ജീവിതത്തിലുണ്ട്. ബഹുമാനപ്പെട്ട സീം വലിയുല്ലാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും അടക്കമുള്ള നമ്മുടെ ഉലമാ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് എന്നത് ഇവിടെ ചരിത്രം അറിയുന്ന ആർക്കും അറിയാം. അപ്പം അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കളാണെങ്കിൽ ആ മഹാന്മാരുടെ നിർദ്ദേശം പൂർണ്ണമായും ജീവിതത്തിൽ പാലിക്കുന്നവരാണ് സുൽത്താനുൽ ഉലമയും അതുപോലെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും എന്നത് വളരെ വ്യക്തമായി ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് നൗഷാദും ടീമും തന്നെ നേരത്തെ പറഞ്ഞതുമാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഒന്നുപോലും ഉസ്താദ് അവറുകൾ പാലിച്ചില്ല, അത് പൂർണ്ണമായും അവഗണിച്ചു കഴിഞ്ഞു എന്ന് ആര് തന്നെ പറയുന്നു? ഇതേ പ്രസംഗത്തിൽ നൗഷാദ് തന്നെ പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ദീനും ഇല്ല ദുനിയാവും ഇല്ല എന്ന് പറഞ്ഞത്. പറയുന്ന സമയത്തെങ്കിലും അയാൾ പറയുന്ന ദുർവ്യാഖ്യാനം ഫലപ്പെടണമെങ്കിൽ അതിന് വൈരുദ്ധ്യം അതേ പ്രസംഗത്തിൽ പറയാതിരിക്കണ്ടേ? അതറിയില്ല, അത് ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധിയാക്കില്ല. അപ്പോൾ ഉസ്താദ് അവറുകൾ അവിടെ പോയത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാനോ ആ നിർദ്ദേശം ജീവിതത്തിൽ പാലിക്കാനോ അല്ല. അങ്ങനെ ഒരിക്കലും ഉസ്താദ് ചെയ്തിട്ടുമില്ല എന്ന് നൗഷാദ് തന്നെ പറഞ്ഞു. അതോടുകൂടെ നൗഷാദെ, നീ കൊണ്ടുവന്നതും കൊണ്ടുവരാൻ പോകുന്നതും എല്ലാറ്റിൻ്റെയും മുന ഒടിഞ്ഞു കഴിഞ്ഞു. ഉസ്താദ് അവറുകൾ അവിടെ പോയത് അയാളുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാനല്ല എന്നുറച്ചില്ലേ? അങ്ങനെ ഉസ്താദ് അവറുകൾ അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നും ഉറച്ചില്ലേ? അത് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ, നീ തന്നെ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ പോയത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളനെയും ടീമിനെയും പുറത്താക്കിക്കൊണ്ടുള്ള ശക്തമായ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടവരാണ്. അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തന്നെ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോകുന്നത് എന്നാണ് പിന്നെ ചോദ്യം വരുന്നത്. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇദ്ദേഹം ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള ഇയാളേറ്റു ബന്ധമുണ്ട് എന്നുള്ള വിവരം ഉസ്താദ് അവിടെ എത്തിയതിന് ശേഷമാണ് അറിയുന്നത്. ഒന്ന്. മറ്റൊന്ന്, തീരുമാനമെടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ റഹ്മത്തിൻ്റെ ഭാഗമായിട്ട് പോകും. എന്തിനു വേണ്ടി? അത് അവരെ ആ വിഷയത്തിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു ശ്രമം. ഒരു കാര്യം പറയട്ടെ, ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടത്തുമായി ബന്ധപ്പെട്ടിരുന്നു. അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കറിയാം.
ഉസ്താദ് അവറുകൾ ആ ഒരു പരിഗണന അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോയിട്ടുണ്ട്. ആ പോയത് ഒന്നിലധികം തവണ പോയി. ഒന്നിലധികം തവണ പോയപ്പോൾ അതിന് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന്, മർക്കസ് സഖാഫത്തി സുന്നിയയ്ക്ക് വേണ്ടി ആ മർക്കസിന് ഉപകരിക്കുന്ന ഒരു സ്ഥലം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലം മർക്കസിന് വേണ്ടി വാങ്ങിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഉസ്താദ് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. അത് പലരെയും സമീപിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലം മർക്കസിനും നോളജ് സിറ്റിക്കും മർക്കസിൻ്റെ അതിൻ്റെ മറ്റു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മർക്കസിനുണ്ട്. അതൊക്കെ പലരിൽ നിന്നും വാങ്ങിയതാണ്. അമുസ്ലിമീങ്ങളിൽ നിന്ന് വരെ ആ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി ഉസ്താദ് അവറുകൾ അവരെ സമീപിച്ചിട്ടുമുണ്ട്. ഒരു ലക്ഷ്യം അതായിരുന്നു. മറ്റൊന്ന്, ഇദ്ദേഹത്തെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ആ ഖദമിൽ തന്നെ ഇദ്ദേഹത്തെ നിലനിർത്തുക. എന്നാൽ ഇദ്ദേഹം വഴിമാറി സഞ്ചരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഉപദേശിച്ച് CM വലിയുല്ലാഹി തങ്ങൾ നിർദ്ദേശിച്ച ആ വഴിയിലേക്ക് തന്നെ കൊണ്ടുവരിക, അത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുക എന്നത് മറ്റൊരു ലക്ഷ്യമാണ്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ഉസ്താദ് അവറുകൾ കേട്ടിരുന്നിട്ടുണ്ടാകും. കാരണം ആ ലക്ഷ്യത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി പലപ്പോഴും അദ്ദേഹം പറയുന്നത് ഉസ്താദ് അവറുകൾ ശ്രവിച്ചിട്ടുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് പോയി. ആ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പലപ്പോഴും പോയിട്ടുണ്ട്. CM വലിയുല്ലാഹി തങ്ങളുടെ അതേ ഖദമിൽ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസീങ്ങളാണല്ലോ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമ അവരുടെയും ജീവിതത്തിൽ കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ബനൂ ഖുറൈള, ബനൂ ഖൈനുഖ, ബനൂ നദീർ തുടങ്ങിയ ജൂതഗോത്രങ്ങളുമായി കരാറിലേർപ്പെട്ടിരുന്നു. മദീന എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖന്തഖിൻ്റെ വേളയിൽ ഖന്തഖിന് ഒരുങ്ങി നിൽക്കുന്ന ഖുറൈശികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു പ്രവർത്തനം ബനൂ നളീർ ഗോത്രം സ്വീകരിച്ചു. നാടിനെ, രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കുന്ന, രാഷ്ട്രവഞ്ചന ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കഅബ് ബിൻ അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ബനൂ നളീറിലെ ചില ആളുകൾ മക്കയിൽ ചെന്ന് ശത്രുക്കളുമായി ചർച്ച നടത്തുകയാണ്. നിങ്ങൾ മദീനയെ ആക്രമിക്കാൻ വന്നോളൂ, നിങ്ങൾ പുറത്തുനിന്ന് ആക്രമിച്ചോളൂ, ഞങ്ങൾ അകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകാം എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്നു. അത് ഖുറൈശികളും ഈ പറയുന്ന ബനൂ നളീറിൻ്റെ പ്രതിനിധികളും പരിശുദ്ധ കഅബ ഷരീഫിൻ്റെ സമീപത്ത് പോയി സത്യം ചെയ്യുന്നു. അങ്ങനെ അവർ തിരിച്ചു വരുന്നു. ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. രാജ്യത്തെ വഞ്ചിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഇന്നും രാജ്യദ്രോഹം ചെയ്യുന്നവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ കൊടുക്കാമെന്ന് ആധുനിക നിയമവും പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജ്യദ്രോഹികളായ ഇവരെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചു. അവർക്കെതിരെ ശക്തമായ തീരുമാനം വന്നു. അങ്ങനെ വളരെ കൃത്യമായ തീരുമാനം ഔദ്യോഗിക തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന ബനൂ നളീർ ഗോത്രത്തെ കാണാൻ വേണ്ടി തീരുമാനം പറഞ്ഞതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി ചെല്ലുകയാണ്. ഏതാനും ചില സ്വഹാബത്തിനെയും കൂടെ കൂട്ടി ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ നളീർ ഗോത്രത്തിൻ്റെ സമീപത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്തിനാണ്? ഇവരെ ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റി, എന്തിൻ്റെ പേരിലാണോ ഇവർക്കെതിരെ നടപടിയെടുത്തത് ആ നടപടിക്ക് കാരണമായ ആ നിലപാട് മാറ്റുന്നതിന് വേണ്ടി, അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി, അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷേ അപ്പോഴും അവർ വഞ്ചന ചെയ്തു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. അത് തന്നെയാണ് ഇന്ന് കുരുവട്ടൂരികളും ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ഖദമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആവശ്യമായ സംസാരത്തിന് ഉസ്താദ് അവറുകൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ അപ്പോഴും ബനൂ നളീർ ഗോത്രമായ ജൂതന്മാർ വഞ്ചന നടത്തിയതുപോലെ വഞ്ചന നടത്തുകയല്ലേ കുരുവട്ടൂരികളെ നിങ്ങൾ ചെയ്തത്, അല്ലേ? എന്നിട്ട് കിതാബുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിങ്ങൾക്ക് പൂർണ്ണ പരാജയമേറ്റപ്പോൾ, അതുപോലെ ബീരാണ്ടി തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ അവസാനം വേശ്യയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ താഴ്ന്നില്ലേ?
വേശ്യകളുടെ നിലവാരത്തിലേക്ക് തൈതിയില്ലേ? ഏതെങ്കിലും ചില ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തുക, അല്ലേ? ആ ഒരു പരുവത്തിലേക്ക് നിങ്ങൾ വന്നില്ലേ മൗലവിമാരെ? അങ്ങനെ ബനു നളീർ ഗോത്രം വീണ്ടും അവർ വഞ്ചിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അതിശക്തമായ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെതിരെ നടത്തുന്നത്. അവർ വഞ്ചിക്കുന്ന വിവരം റസൂലുള്ളാഹി തങ്ങൾ വഹി മുഖേന അറിയുന്നു. അവിടുന്ന് വേഗം അവിടുന്ന് ഇറങ്ങി നടക്കുന്നു. ഇതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിഥീങ്ങളായ പണ്ഡിതന്മാർ ഈ തീരുമാനം അവർക്കെതിരെ എടുത്ത ശേഷവും അവരെ ആ നിലപാടിൽ നിന്ന് മാറ്റാൻ റഹ്മത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ ചെല്ലുകയും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നത് ഉസ്താദ് അവറുകൾ കേൾക്കുകയും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും മൗലവിമാരെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊന്നിൻ്റെയും തെളിവല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആ സമയത്ത് സന്തോഷമായി. അപ്പോൾ അദ്ദേഹം ഒരു മാല ഇങ്ങോട്ടിട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് മാല ഇങ്ങോട്ടിട്ട് കൊടുത്തു. ഉസ്താദ് അവറുകൾക്ക് മാല അദ്ദേഹം ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടിരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉസ്താദിൻ്റെ കൃത്യമായ ഉപദേശങ്ങൾ അദ്ദേഹത്തിനപ്പോൾ ബോധ്യപ്പെട്ടു. അദ്ദേഹം ഒരു മാല ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ്. ഉസ്താദ് അവറുകൾ ഒരു മസ്ലഹത്തിന് വേണ്ടി അവിടെ നിന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഉസ്താദ് അവറുകൾ ആ മാല ഊരി തൻ്റെ കൂടെയുള്ള ഖാദിമീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഊരുമ്പോഴേക്ക് അപ്പുറത്ത് സൈഡിൽ ഇങ്ങനെ നിന്നിരുന്ന കൊമ്മാട്ട് ജാലിൽ അബ്ദുള്ള ഓടി വന്നിട്ട് ആ മാല വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേരക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് കോമാട്ട് ജാലിൽ അബ്ദുള്ളക്ക് കൊടുത്തതല്ല ഉസ്താദ്, അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ഓരോരുത്തരുകൾ. അവർ കോമാട്ട് ജാലിൽ അബ്ദുള്ളക്ക് ഉസ്താദ് മാല കൊടുത്തതല്ല. ഉസ്താദിൻ്റെ സംസാരം കേട്ടു. അദ്ദേഹത്തിന് ആ സമയത്ത് സംതൃപ്തിയായിരുന്നു. അതങ്ങനെയാണല്ലോ, നല്ല വയല് കേൾക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഖുശൂ വരും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാഞ്ഞു പോലാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഉപദേശം കേട്ട് അദ്ദേഹം സന്തോഷിച്ചു. ഉസ്താദിന് ഒരു മാല കൊടുക്കുന്നു. ഉസ്താദ് ഒരു മസ്ലഹത്തിന് വേണ്ടി ആ മാല സ്വീകരിക്കുന്നു. ഉടനെ തന്നെ അത് അയച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു? ഉസ്താദ് ഇങ്ങനെ അയക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് മറ്റാൾ ഓടി വന്ന് വാങ്ങുകയാണ്. അതൊന്ന് കാണി നിങ്ങൾ. അതില്ലാത്ത മാരിഫത്തും പറ്റില്ല. മാരിഫത്ത് അതാണ് ഹസനത്ത്. റബ്ബനാത്തിന ഫിൽ ദുനിയ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അത് അതിന്റെ സാധനം, റസൂലിന്റെ സാധനം അതാണ്. അതാ ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ? അപ്പോ കോമാട്ട് ജാലിൽ അബ്ദുള്ളാനോട് പറഞ്ഞിട്ട് മാരിഫത്തൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ അവകാശവാദം പറഞ്ഞ് നടക്കണ്ട എന്ന് അവിടെ തന്നെ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അവറുകൾക്ക് ഇട്ട് കൊടുത്ത മാല ഉസ്താദ് പെട്ടെന്ന് അത് അയച്ച് അപ്പോഴേക്ക് ഇയാൾ ഓടി വന്ന് വാങ്ങിയാണ്. അത് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ മാല അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറുകയാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഉസ്താദ് ആർക്ക് മാല കൊടുത്തു? കൊമാട്ട് ജാലിൽ അബ്ദുള്ളക്ക് മാല കൊടുത്തു എന്നൊക്കെ പറയുന്ന കളവ് പ്രചരിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ഉസ്താദ് അവറുകൾ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ആ പറഞ്ഞത് എന്താണ് എന്നത് വ്യക്തമായി നമുക്കറിയാം. ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ ഇന്നും ഹയാത്തിലുണ്ടല്ലോ. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അത് വെച്ചുകൊണ്ട് ചില കളവുകൾ പ്രചരിപ്പിക്കാമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ ഞാൻ പറയുന്നു, ഉസ്താദ് അവറുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ടാകാം. അതിൽ പറഞ്ഞല്ലോ, മർക്കസുമായി ബന്ധപ്പെട്ട സ്ഥലവും ആ സ്ഥലത്തിൻ്റെ സ്ഥലം വാങ്ങലും ഒക്കെ അതിൻ്റെ ഒരു ലക്ഷ്യമാണ്.
മറ്റൊന്ന് അദ്ദേഹം CM വലിയുള്ളാഹി തങ്ങളുമായി ബന്ധമുള്ള ആളായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് CM വലിയുള്ളാഹി തങ്ങളുമായി അങ്ങേയറ്റത്തെ ബന്ധവും ഇന്നും CM വലിയുള്ളാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഉസ്താദ് അവറുകൾ CM വലിയുള്ളാഹി തങ്ങളുടെ ഖദമിലേക്ക് ഇദ്ദേഹത്തെയും പിടിച്ചു നിർത്തുക, അദ്ദേഹത്തെ ഉപദേശിക്കുക എന്ന ലക്ഷ്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഇദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വലിയ വലിയാണ് എന്ന നിലക്ക് പോയതല്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ മൗലവിമാരെ പറഞ്ഞത്. അദ്ദേഹം കൊടുത്ത ഒരു നിർദ്ദേശവും ഉസ്താദ് അവറുകൾ പാലിച്ചിട്ടില്ല, അപ്പം അതിനു വേണ്ടി പോയതല്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഇനിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് മനസ്സിലാക്കണം, ഒരു കാര്യം ഞാൻ പറയാ, ആ ഹദറത്തുകളിൽ ചെന്നിരുന്നപ്പോ നിങ്ങളോട് പറഞ്ഞു തന്നുന്ന ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ മരണത്തിന്റെ ഡേറ്റ് അടക്കം എന്നാണ് ആ ഡേറ്റ്? അത് പുറത്ത് പറയൂ നൗഷാദേ, എന്നാണ് ആ ഡേറ്റ് പറഞ്ഞത്? എന്നാണ് ആ ഡേറ്റ് പറഞ്ഞത്? അങ്ങനെ പല ഡേറ്റുകളും മുമ്പും പറഞ്ഞിരുന്നു. നിന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളയും പറഞ്ഞിരുന്നു അല്ലേ, സമസ്ത പിളരും, അതിൻ്റെ ഒരു ഭാഗത്ത് ഞാനുണ്ടാകും എന്നൊക്കെ ആരും പറഞ്ഞിരുന്നില്ലേ? കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞില്ലേ? അങ്ങനെ അബ്ദുള്ള പറഞ്ഞത് എത്ര ഉണ്ട്? പറയാനെന്താ, നിങ്ങളെ മുമ്പിൽ ജാഹിലീങ്ങളായ നിങ്ങളെ മുമ്പിൽ ഒന്നും പറഞ്ഞൂടെ? അപ്പൊ എന്നാണ് ആ ഡേറ്റ്? പറ, എന്നാ മൗലവി ആ ഡേറ്റ്? എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? വരുന്നതിന്റെ തൊട്ടു മുമ്പാണ് ലാസ്റ്റ് അവിടെ പോയത്. അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അബൂബക്കർ മുസ്ലിയാർക്ക് എന്തായാലും അറിയാലോ, കേട്ടവർക്കും അറിയാലോ. എന്താ പറഞ്ഞത്? ഈ നടത്തവും ഈ പാച്ചിലും ഇതൊക്കെ നിർത്തി അവനാന്റെ നഫ്സിന്റെ ഭാഗം നോക്കി ഒരു ഭാഗത്തിരിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നടത്തും പാച്ചിലൊക്കെ ഒന്ന് നിർത്തിയേക്ക്, നീ അവനാന് വേണ്ടി വല്ലതും ചെയ്യാൻ നോക്കി. പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അബൂബക്കർ മുസ്ലിയാർ നേർക്ക് നേരെ നിങ്ങളെ ഇരുത്തി പറഞ്ഞതല്ലേ? സംസാരം കഴിഞ്ഞ് കുറച്ചങ്ങോട്ടെത്തിയപ്പോ തിരക്കുണ്ട് എന്നായി മൂപ്പര്. അപ്പൊ പറഞ്ഞു, തിരക്കൂട്ടൊക്കെ പണ്ടായിരുന്നു, തിരക്കൂട്ട് അതൊക്കെ പണ്ടുള്ള സംഭവമായിരുന്നു, അതൊക്കെ ഇപ്പൊ ആൾക്കാരെ നിർത്തിവെച്ചിന്. ഈ തിരക്കും പാച്ചിലൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു ഭാഗത്തിരിക്കുകള്, എന്നിട്ട് അവനാണ് നഫ്സിന്റെ ഭാഗം ഒന്ന് ശരിയാക്കണ്ടേ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനെ നോക്കി. ഇത് നേർക്ക് നേരങ്ങളോട് പറഞ്ഞതല്ലേ? ഇനിയും പാച്ചില് തുടർന്നാൽ അത് കൂടുതൽ നീണ്ടുപോകൂല, സ്വന്തം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യം വരും. എന്നിട്ട് എന്തായി മൗലവി? ഉസ്താദിനോട് പറഞ്ഞു പോൽ നിങ്ങളെ ഒരു മൂലയിൽ ഇരിക്കണം, സ്വന്തം നഫ്സിന്റെ കാര്യം നോക്കി നിൽക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുനയെ അറിയുന്നവരാരെങ്കിലും ഈ ഒരു കാര്യത്തിന് പുല്ലുവില കൽപ്പിക്കോ? ഉസ്താദ് അവറുകൾ ഇവിടെ ജീവിച്ചു ഈ സമൂഹത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് ഇസ്സത്തുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി. ഇന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മക്കൾ ഇന്ന് ഏറ്റവും വലിയ ഇസ്സത്തുള്ളവരാണ്. അത് ശൈഖുന അവറുകളുടെ വിയർപ്പൊഴുക്കിയത് കൊണ്ടാണ്, ഉസ്താദ് അവറുകൾ ഓടി നടന്നത് കൊണ്ടാണ്. അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ ആയുസ്സിൽ മുഴുവനും ശരിയായ നിലയ്ക്ക് മര്യാദയ്ക്ക് മൗലവിമാരെ നിങ്ങൾ ഉറങ്ങുന്നത് പോലെ ഞങ്ങളുടെ ശൈഖുന ഉറങ്ങിയിട്ടുണ്ടാകില്ല. അവിടത്തേക്ക് അള്ളാഹു ആഫിയത്ത് കൊടുത്ത സമയം അത്രയും ഈ ഉമ്മത്തിന് വേണ്ടി ഓടി നടന്നു. ഇടയ്ക്ക് ചെറിയൊരു അസുഖം വന്നു. ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു. CM വലിയുള്ളാഹി തങ്ങളടക്കമുള്ള ഔലിയാക്കളുടെ മദദ് കൊണ്ട് അള്ളാഹു തആല ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ആഫിയത്ത് നൽകി. അള്ളാഹുവേ, അവിടത്തേക്കുള്ള ആഫിയത്തിനെ നിലനിർത്തണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് അവിടത്തേക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇങ്ങനെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ലഭിച്ചു. ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഉസ്താദ് അസുഖമാകുന്നതിന് തൊട്ട് മുമ്പല്ലേ പോയി എന്ന് പറയുന്നത് അല്ലേ? അതിനു മുമ്പും നടന്ന സന്ദർശനം, ആ സന്ദർശനത്തിലൊക്കെ നടന്ന നിർദ്ദേശങ്ങളല്ലേ? ഒരു മൂലയിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉസ്താദ് എന്തായി? ഉസ്താദിന് അല്ലാഹു തആല രോഗത്തിന് ശേഷം ആഫിയത്ത് കൊടുത്തു. ഇപ്പോഴും ഉസ്താദ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രയിലാണ്. ഇപ്പോഴും ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവിടുന്ന് നമ്മുടെ ഇന്ത്യയിലില്ല.
സുന്നത്തി ജമാഅത്തിന് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി ഉസ്താദ് അവറുകൾ ഓട്ടത്തിൽ തന്നെയാണ്. അവിടുന്ന് വിശ്രമിക്കുന്നില്ല. മർക്കസിലുള്ള സമയത്തും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരം മീറ്റിങ്ങുകളും, ആയിരക്കണക്കിന് ആവശ്യക്കാർ വരുമ്പോൾ, കരഞ്ഞുകൊണ്ട് വരുമ്പോൾ, വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ, മക്കളെ കെട്ടിക്കാൻ വേണ്ടി വരുമ്പോൾ, രോഗവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ, ഇങ്ങനെ നൂറായിരം പരാതികളുമായി ഇന്നും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സമീപത്തേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെല്ലാം ആശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞ് അവർക്കെല്ലാം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവറുകളാണ്. ഈ ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവിടുന്ന് എത്ര സ്ഥാപനങ്ങളാണ് പണിതുയർത്തിയത്. ഈ ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഉസ്താദ് അവറുകൾ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ള സംഭാവനകൾ എത്രയാണ്. ഈ രാജ്യത്തിനെ കുറിച്ച് അറിയുന്നവർ, ഈ സമൂഹത്തെക്കുറിച്ച് അറിയുന്നവർ, നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി എന്താണെന്ന് അറിയുന്നവർ എല്ലാവരും അംഗീകരിച്ചതല്ലേ ഉസ്താദ് അവറുകളുടെ സേവനത്തെക്കുറിച്ച്. ആ സേവനത്തെക്കുറിച്ച് ഒന്നുപോലും അറിയാത്ത മൗലവിമാരെ നിങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകളെ ഒരു മൂലയിൽ ഇരുത്താമെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മീനങ്ങാടി സുലൈമാൻ പറഞ്ഞു പോൽ ഉസ്താദിനോട് ഒരു മൂലയിലിരിക്കണം. ഉസ്താദ് അവറുള്ളത് കേൾക്കോ? ഒരിക്കലും കേൾക്കൂല. കാരണം ഉസ്താദ് അവറുകളെ ഈ രംഗത്തേക്ക് പറഞ്ഞയച്ചത് ആരാണ്? അത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്നെ പലപ്പോഴും പറയുന്നത് നമ്മളൊക്കെ കേട്ടതല്ലേ. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ സമീപത്തേക്ക് ശൈഖുനാ അവറുകൾ ചെല്ലുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ CM വലിയുല്ലാഹി തങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഈ വഴിയിലേക്ക് ആത്മീയമായ വഴിയിൽ സജീവമായി, അതുപോലെ തന്നെ ഈ രംഗത്തുള്ള ഭൗതികമായ മറ്റു രംഗത്ത്, അതുപോലെ തന്നെ സമൂഹവുമായി ഇടപെട്ടുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനവും വാദവും പ്രസംഗവും തുടങ്ങിയിട്ടുള്ള അത്തരം വേദികളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ആത്മീയമായ വഴിയിൽ ഒതുങ്ങി ആ ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന അങ്ങയുടെ ഈ ത്വരീഖിലേക്ക് എന്നെയും ചേർത്ത് തരണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോട് പറഞ്ഞപ്പോൾ CM വലിയുല്ലാഹി തങ്ങൾ അന്ന് ഉസ്താദിനോട് പറഞ്ഞത് ഒരിക്കലും പാടില്ല. നിങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങൾ പ്രഭാഷണം നടത്തണം, സംവാദങ്ങൾ നടത്തണം, നിങ്ങൾ ലോകതലത്തിൽ യാത്ര ചെയ്യണം, നിങ്ങൾ പ്രസ്ഥാനമുണ്ടാക്കണം, സ്ഥാപനമുണ്ടാക്കണം, വൈജ്ഞാനിക വിപ്ലവത്തിന് നേതൃത്വം നൽകണം. ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ആത്മീയ വഴി എന്ന് പറയുന്നത് രണ്ട് വഴിയുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഴിയാണ്. ആ വഴിയിലാണ് നിങ്ങളുള്ളത്. ഞങ്ങൾ ഖദർ നബി അലൈഹി സ്വലാമിൻ്റെ വഴിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ തന്നെ സജീവമാകണം. ഞങ്ങളുടെ വഴി ഇങ്ങനെ വേറെയുണ്ട്, രണ്ടും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് പറഞ്ഞ് ഈ വഴിയിൽ ഉസ്താദിനെ നിലനിർത്തിയതും ഉറപ്പിച്ചതും ആരാണ്? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. അത് പലപ്പോഴും ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയട്ടെ, ഇതേ നൗഷാദ് തന്നെ പറയട്ടെ. നൗഷാദ് എപ്പോഴാ പറയുന്നത്? നമ്മൾ പ്രസ്ഥാനത്തിൽ നിന്നും വലിച്ചു പുറത്തിട്ട് ഇവരുടെ ആമാശയ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്ന സമയത്ത് അതിൽ വെച്ച് പറയാണ്. അത് അയാൾ തന്നെ പറയട്ടെ. വൈക്കാണല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ CM വലിയുല്ലാനെ കാണാൻ പോയപ്പോ അവർ വലിയ നിസ്കാരം ദിക്റുകളൊക്കെയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ എന്ന് CMനോട് ഞാൻ ചോദിച്ചു. അവ പറഞ്ഞു അത് വേണ്ട, ഞാൻ ഖിദർ നബിയുടെ വഴിയിലാണ്, നിങ്ങൾ മൂസാ നബിയുടെ വഴിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ പള്ളി മദ്രസ ഉണ്ടാക്കി നിങ്ങളെ വൈക്ക് നിങ്ങളറിഞ്ഞോളി, എന്റെ വൈക്ക് ഞാൻ. ഇതാര് പറഞ്ഞു എന്നാ പറയുന്നത്? CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു. ആരോടെ? ബഹുമാനപ്പെട്ട ഉസ്താദിനോട്. അപ്പോൾ CM വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞ റൂട്ടാണിത്. ആ റൂട്ടിൽ നിന്ന് മാറി മൂലയിലിരിക്കാൻ സുലൈമാൻ പറഞ്ഞാൽ നടക്കോ? CM വലിയുല്ലാഹി തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പറഞ്ഞ വഴിയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ യാത്ര പോകുന്നത് എന്ന് ഇതേ നൗഷാദെ നീ തന്നെ പറഞ്ഞിട്ടില്ലേ? അത് ഞങ്ങൾ പുറത്താക്കിയതിന് ശേഷം പറഞ്ഞതല്ലേ അല്ലേ? ആ വഴിയിൽ ഉസ്താദ് അവറുകൾ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും മാറ്റി ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തെ തടയാൻ ഏതെങ്കിലും സുലൈമാൻ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഉസ്താദ് അവറുകൾ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടി പോയതല്ലല്ലോ അവിടെ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടി പോയതല്ലല്ലോ. ഉസ്താദ് അവറുകൾക്ക് ലക്ഷ്യങ്ങൾ വേറെയുണ്ട്. അതാണ് അദ്ദേഹത്തെ ഒന്ന് നന്നാക്കിയെടുക്കുക, അദ്ദേഹത്തെ CM വലിയുല്ലാഹി തങ്ങളുടെ ഖദമിൽ ഉറപ്പിച്ചു നിർത്തുക, അതിനുവേണ്ടി അദ്ദേഹത്തെ ഉപദേശിക്കുക. അതൊക്കെ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്.
അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് കൃത്യമായിട്ട് CM വലിയുല്ലാഹി തങ്ങൾ നിർദ്ദേശിച്ച വഴിയിലൂടെ ഇന്നും അവിടുന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഔലിയാക്കളുടെ നിർദ്ദേശത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെയായിരിക്കും തുടർന്നുമെന്ന് ഈ നൗഷാദിനോടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാ കള്ളത്തൊരീഖത്തുകാരോടും നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഉസ്താദിനോട് ഇവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വറ എവിടെയാണ്? എന്തൊരു അഹങ്കാരമാണ്, എന്തൊരു അഹങ്കാരമാണ്, ധിക്കാരമാണ്. അന്ന് ചോദിച്ച ചോദ്യമല്ലേ, ശറഇൽ വറഅ് വേണ്ടേ? എവിടെ നിങ്ങളെ വറഅ്? ശറഇൽ വറഅ് വേണം. ആ വറഅ് മഹാനായ സുൽത്താനുൽ ഉലമക്കുണ്ട്, അത് ഞങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. അതേ സമയത്ത് ഇത് ചോദിച്ചതാരാന്ന പറയുന്നത്? സുലൈമാനല്ലേ ചോദിച്ചത്? ആ മൈസൂർ കല്യാണത്തിൽ കണ്ട വറഅ് എവിടെയാണ്? മൈസൂർ കല്യാണത്തിൽ കണ്ട വറഅ് അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടണോ? ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടോളും, മൈസൂർ കല്യാണത്തിൽ വറഇൻ്റെ കോലം കണ്ടോളും. എന്നിട്ട് ഇവരാണ് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ മുഖ്ലിസീങ്ങളായ നമ്മുടെ ഉലമാഇനോട് വറഅ് എവിടെയെന്ന് ചോദിക്കുന്നത് അല്ലേ? വറഅ് ഇങ്ങനെ ഒരു സഞ്ചിയിലാക്കി ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ദാ പിടിച്ചോ 2 കിലോ വറഅ്. എന്താ ഈ വറഅ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത് മൗലവിമാരെ? എന്താ വറഅ് എന്ന് പറഞ്ഞാൽ? ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ വളരെ കൃത്യമായ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവരും അത് സമൂഹത്തെ പഠിപ്പിക്കുന്നവരുമാണ് ഞങ്ങളുടെ ആലിമീങ്ങൾ, ഞങ്ങളുടെ ഉസ്താദുമാര്. ആ ഉസ്താദുമാരെ മുഖത്ത് നോക്കി വറഅ് ചോദിക്കാൻ മാത്രം ഒരു കുരുവട്ടൂരിയും വളർന്നിട്ടില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കല്യാണത്തിൻ്റെ ഇതിൻ്റെ കൃത്യമായ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അതിവിടെ പുറത്തിട്ടാൽ അത് ചോദിക്കാനുള്ള അർഹത എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഒരു അർഹതയും നിങ്ങൾക്കില്ല. സ്വന്തം കുടുംബത്തെ പോലും തദ്ബീറയ്യാൻ അയാൾക്ക് കഴിയുന്നില്ല അല്ലേ? പെണ്ണുങ്ങളും ആണുങ്ങളും കൂത്താടുകയല്ലായിരുന്നോ കല്യാണത്തിന്? എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് വറഅ് എവിടെയെന്നല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ കൈകളിലും ഉണ്ട് എന്നത് നൗഷാദ് മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ഒരു ആറ്റം ബോംബൊന്നുമില്ലത്. എന്നിട്ട് ഇനി അതാണ് പുറത്തു വിട്ടാൽ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഇവരൊക്കെ മനസ്സിലാക്കി നമ്മൾ ആരും അറിയാതെ അതീവ രഹസ്യമായിട്ടാണ് ഉസ്താദ് അവരോട് പോയത് എന്നാ. ഒരിക്കലും അല്ലടോ. അതിങ്ങനെ പരസ്യമായി പറയേണ്ട ഒരു സംഗതിയല്ല. ഒരാളെ ഉപദേശിക്കാൻ പോകുമ്പോൾ അത് പരസ്യമായിട്ടാണ് പോകേണ്ടത്, രഹസ്യമായിട്ടാണ് ഉപദേശിക്കേണ്ടത് അല്ലേ? ഉസ്താദിൻ്റെ കൂടെ ഉസ്താദിൻ്റെ ഖാദിമീങ്ങളും സേവകരൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന ഒരു സംഗതി പുറത്തറിഞ്ഞാൽ എന്തോ ഒരു സംഗതി ഇങ്ങോട്ട് പൊട്ടിത്തകരാൻ പോകുന്നു എന്ന് ദുർവ്യാഖ്യാനിച്ച് എന്ന് ധരിച്ചു വെച്ച ആ നിലയ്ക്ക് വന്ന് പറയുന്ന മൗലവി താങ്കളെപ്പോലെ വിഡ്ഢി ലോകത്താരാണുള്ളത്? ആരാണുള്ളത്? ഒരാളില്ല. ഇത് പറയാൻ മാത്രം, പുറത്ത് പറയാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളത് പറയാറില്ല. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവന്മാരുടെ നിലവാരം എത്രയാണ്? ഒരു വേശ്യയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നില്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ പോകുന്നു. അതിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പറഞ്ഞു. അത് ആ സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത് ചോദിച്ച് സമ്മതം വാങ്ങണ്ടേ? ഉസ്താദ് അവറുകളെ അത് ഉണർത്തി, ഇവരെ ഇത് ഫോട്ടോ എടുക്കുന്ന വിവരം ഉണർത്തി ഹാമിദ്. ആ സമയത്ത് ഉസ്താദ് അവറുകൾ ഇയാളോട് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഫോട്ടോ എടുത്തിട്ടൊന്നും പ്രശ്നമില്ല, അത് ഈ 4 ചുമരുകൾക്കപ്പുറത്തേക്ക് പോകൂല അല്ലേ? എന്നിട്ട് ഉസ്താദ് അവറുകൾ അവിടെ ചെന്നത് പിന്നീട് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവർക്കെന്നെ അറിയാം, കിതാബുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എവിടെയെത്തൂല. ആദർശവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രാമാണികമായ വിശദീകരണത്തിന് മുമ്പിൽ ഇതെവിടെയും ഇവർക്ക് എത്താൻ കഴിയൂല എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുള്ള ഇവരെന്ത് ചെയ്യുന്നു? ആ ഫോട്ടോ എടുത്തുകൊണ്ട് വേശ്യകൾ ചെയ്യുന്നത് പോലെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇവിടെ വിലപ്പോവുകയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഇവിടെ പുറത്തു കൊണ്ടുവന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഉസ്താദ് അവറുകൾ ആദ്യം അവിടെ ചെന്നത് ഞാൻ പറഞ്ഞല്ലോ, 1-ലധികം തവണ അവിടെ ചെന്നു. അതിൽ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുമായി ബന്ധമുള്ള ആള് എന്ന നിലക്ക് പോയിട്ടുണ്ട്, ഉസ്താദ് അവറുകളോട് പോയിട്ടുണ്ട്. ആ സമയത്ത് ആ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. CM വലിയുല്ലാഹി തങ്ങളുമായി ഹയാത്തിൽ ബന്ധമുള്ള ആള് എന്ന നിലക്ക് അദ്ദേഹത്തിന് പരിഗണന കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഷെയ്ഖുനാക്ക് ബോധ്യപ്പെടുന്നു CM വലിയുല്ലാഹി തങ്ങൾ ഉള്ള ഖദമിലല്ല ഇന്ന് അദ്ദേഹം ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട്
ബോധ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആ കദമിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരിക എന്നതും ശരിയാവില്ല, എന്നതും നടപ്പില്ല. ഏതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു നദീർ ഗോത്രത്തെ അവർ കരാറിൽ ലംഘിച്ചു, രാജ്യദ്രോഹ കുറ്റം ചെയ്തു, വഞ്ചന ചെയ്തതിൻ്റെ പേരിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം അവരെ വീണ്ടും ആ നിലപാടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു ശ്രമം നടത്തിയിട്ട് സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ, സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇദ്ദേഹത്തെ ഇനിയും ആ കദമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തോട് പറയേണ്ടത് കൃത്യമായി പറഞ്ഞു, കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് അദ്ദേഹം പിന്നെ പറഞ്ഞു ഒരു കാര്യം. എന്താണ്? നിങ്ങൾ സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്. സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നു, ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് അനുകൂലമായി നിന്നില്ല എങ്കിൽ സി.എം. വലിയ അവർക്ക് അനുകൂലമായ തരത്തിൽ സി.എം. വലിയുല്ലാഹി തങ്ങളുടെ പേര് പറയണം. അങ്ങനെ പറയുന്നില്ല എങ്കിൽ നിങ്ങൾ നായ ചാകുന്നത് പോലെ ചാകും എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു. ശൈഖുനാ അവറുകൾ മനോഹരമായി തിരിച്ചു പറഞ്ഞു. ഏത് നായയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി സി.എം. വലിയുല്ലാഹി തങ്ങൾ പറയുന്ന വഴിയാണ്, സി.എം. വലിയുല്ലാഹി തങ്ങൾ നിർദ്ദേശിച്ച റൂട്ടാണ്. ഈ റൂട്ടിലൂടെ പോയാൽ നായ ചാകുന്നത് പോലെ ചാകുമെന്നാണോ താങ്കൾ പറയുന്നത്? അൽ കഹ്ഫിലെ നായയായിരിക്കും അത്. അൽ കഹ്ഫിലെ മഹാന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സ്വർഗാവകാശിയായി പരിചയപ്പെടുത്തുന്ന ഒരു നായുണ്ടല്ലോ, ആ നായയും സ്വർഗാവകാശിയാണല്ലോ. ആ നായയെക്കുറിച്ചായിരിക്കും താങ്കൾ പറഞ്ഞിട്ടുണ്ടാകുക. ഇൻഷാ അല്ലാ ഞങ്ങൾ മഹാന്മാരുടെ ഖദമിലായി സ്വർഗത്തിലെത്തും എന്ന് കൃത്യമായിട്ട് ഉസ്താദ് അവർകൾ ഈ മീനങ്ങാടി സുലൈമാനെ എണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹത്തോട് ഉസ്താദ് അവറുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൗലവിമാരെ, നിങ്ങൾ ഇനി പറയുന്നതും പറയാനിരിക്കുന്നതുമായ സകലമാന കാര്യങ്ങളും ഇതോടുകൂടെ ബാത്തിലായിരിക്കുകയാണ്. ഉസ്താദ് അവറുകൾ അദ്ദേഹത്തെ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് പലപ്പോഴും പോയിട്ടുണ്ട്. ആ സമയത്ത് ആ നിലക്കുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ സി.എം. വലിയുല്ലാഹി തങ്ങളുടെ ഖദമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൃത്യമായി ഉസ്താദ് അവറുകൾ അദ്ദേഹത്തെ തള്ളിയിട്ടുമുണ്ട്. ഇനി അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞ് അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും നടത്തിക്കളയാമെന്നൊരു ധാരണ നിങ്ങൾക്കാർക്കും വേണ്ട. മനസ്സിലായല്ലോ? ഈ സുലൈമാന് തന്നെ അറിയാം, ഈ നൗഷാദ് മൗലവിയാണ് ഇവിടെ കാര്യങ്ങൾ വഷളാക്കുന്നത്. അവന് തലയില്ലാതെ വിവരമില്ലാതെ പലതും പറയുകയാണ് അല്ലേ? അതുകൊണ്ട് എന്തിനാ നൗഷാദേ സുലൈമാന്റെ കയ്യിൽ നിന്ന് നിനക്ക് അടി കിട്ടിയില്ലേ? ചെള്ളക്കടി കിട്ടിയോ? ചവിട്ടി കിട്ടിയോ? എന്തിനായിരുന്നു അത്? പറയണോ ഞങ്ങള്? അതുപോലെ കോമാട്ടിജാലിൽ അബ്ദുള്ള, അദ്ദേഹത്തിന് കുടകിൽ എന്തായിരുന്നു പ്രശ്നം? കുടകിൽ എന്തായിരുന്നു പ്രശ്നം? അത് ഞങ്ങൾ പറയണോ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഇവർ ധരിച്ചത് ഇത് നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പഠിച്ച സംസ്കാരം അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ വിലപേശലിൻ്റെ ആവശ്യമില്ല. വേശ്യകൾ ചെയ്യുന്ന വിലപേശൽ പോലെ പ്രാമാണികമായി പരാജയപ്പെട്ടപ്പോൾ വിലപേശലിന് നിൽക്കേണ്ട ഗതികേടിലേക്ക് കുരുവട്ടൂരികളെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തമാണ്. ഈ സമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കട്ടെ, ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കട്ടെ നിങ്ങളുടെ നിലവാരം, നിങ്ങൾ പറയുന്ന ത്വരീഖത്തിൻ്റെ നിലവാരം, നിങ്ങൾ പറയുന്ന മശായിഖന്മാരുടെ നിലവാരം അല്ലേ? മശായിഖന്മാരുടെ നിലവാരം. ഒരു കാര്യം ഉപദേശിക്കാൻ വേണ്ടി ഒരാൾ പോകുമ്പോൾ അവിടെ മറ്റുള്ളവരെ സെറ്റപ്പാക്കുകയാണ്, വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ. ഇതെന്ത് എവിടത്തെ സംസ്കാരമാണോ? ഇത് എവിടത്തെ സംസ്കാരമാണ്? അങ്ങനെ അത് ആ വീഡിയോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഫോട്ടോയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 4 ചുമരുകൾക്കപ്പുറത്തേക്ക് പോവുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് വിലപേശലിനെ ഇനി മാർഗമുള്ളൂ എന്ന് വരുമ്പോൾ അത് പബ്ലിക്കായി പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയം ഈ പ്രസ്ഥാനത്തിനില്ല, ഇൻഷാ അല്ലാഹ് ഉണ്ടാവുകയുമില്ല. ഇങ്ങനെയുള്ള ഏത് നെറുകേടും ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല എന്നത് പൊതുസമൂഹം മനസ്സിലാക്കട്ടെ. മാന്യത കൈവശമുള്ളവരൊക്കെ ചിന്തിക്കട്ടെ. ഈ തരത്തിലേക്ക് നാണം കെടാൻ, നിലവാര തകർച്ചയിലേക്ക് പോകാൻ നിങ്ങളെപ്പോലുള്ള കക്ഷികൾക്ക്
ആ ഒരു രൂപത്തിലേക്ക് പോകേണ്ടി വന്നത് നിങ്ങളെ കയ്യിൽ മറ്റു ആദർശമില്ലാത്തത് കൊണ്ടാണ്. പ്രമാണം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതുകൊണ്ട് മാത്രമല്ലേ ഈ തരത്തിലുള്ള വേശ്യകളുടെ നിലവാരത്തിലേക്ക്, ഭീഷണിയുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ തരം താഴ്ന്നു പോയത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നത് നന്നായി. അതുകൊണ്ട് നിങ്ങളുടെ മാന്യതയും നിങ്ങളുടെ നിലവാരവും സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ ഇനിയും അക്കൂട്ടത്തിൽ പലരും ഉണ്ടല്ലോ, അവർക്കും കൂടി മനസ്സിലാക്കാൻ, നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളെ മാറ്റി നിർത്തിയവർ നിങ്ങളുടെ നിലവാരമില്ലായ്മ ഒന്നുകൂടെ ഉറപ്പിക്കാൻ ഇതൊക്കെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്ത പണി നിങ്ങളെ കൃത്യമായി വിലയിരുത്താനും മനസ്സിലാക്കാനും ഒരു വഴിയായി അള്ളാഹു മാറ്റി തന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിലപ്പുറവും നിങ്ങൾ എന്തുകൊണ്ടുവന്നോ, ഇതിനേക്കാളും വലിയ ഫിത്നക്കാർ മുമ്പ് വന്നിരുന്നു, ഇതിനേക്കാൾ വലിയ ആളുകൾ മുമ്പ് വന്നിരുന്നു. അന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ രോമത്തെ തൊടാൻ, ഞങ്ങളുടെ നേതാവായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുടെ രോമത്തെ തൊടാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല. അവർക്കാർക്കും സാധിക്കാത്ത ഒന്ന് നിങ്ങൾക്കും കഴിയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് അവറുകൾ അവസാനമായി ഞാൻ പറഞ്ഞല്ലോ, ആ കോമാട്ട് സുലൈമാനോ അദ്ദേഹം ഉസ്താദിനോട് ഭീഷണി സ്വരത്തിൽ പറഞ്ഞത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ടില്ലേ? അതേ. അതുകൊണ്ട് തന്നെ CM വലിയുള്ളാഹി തങ്ങളുമായി ബന്ധമുള്ള ഒരാൾ എന്ന നിലക്ക് ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ പലപ്പോഴും അവിടെ ചെല്ലുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം CM വലിയുള്ളാഹി തങ്ങളുടെ കദമിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിയിട്ടുമുണ്ട്. തള്ളിയതിന് ശേഷം അതിന് മുമ്പുള്ള കാര്യത്തിൽ ഇന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാ മൗലവിമാരെ, എന്ത് കാര്യമാ? അദ്ദേഹത്തെ തള്ളാനതുപോലെ ഉസ്താദ് അവர்கள் തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ ഉപദേശിച്ചാൽ ശരിയായില്ല, അദ്ദേഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. അത് ചിന്തിക്കാനെങ്കിലും തലയിൽ തലച്ചോറ് വേണമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം കക്ഷികളിൽ നിന്നുള്ള സുരക്ഷയും ഹിഫ്ളും അല്ലാഹു തആല നൽകട്ടെ. ഇത്തരം ഫിത്നക്കാരെല്ലാ കാലത്തും കടന്നു വരും. അത്തരം ഫിത്നകൾ കൊണ്ടുവന്നതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും ചെയ്തു കളയാമെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ അതും നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.